സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക VC നിയമനത്തിനുള്ള പട്ടിക സർക്കാർ കൈമാറി 3-അംഗ പാനലാണ് സർക്കാർ ചാൻസലർക്ക് നൽകിയത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. വി അരുൺ വീണ്ടും ചേരുന്നുണ്ട്. അരുൺ, സർക്കാർ കൈമാറി അതിൽ ഇനി ഒരു എതിർപ്പിനുള്ള സാധ്യതയുണ്ട്? എന്തോ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുമാണ് 3-അംഗ പാനൽ കൈമാറിയത്. ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കൈമാറിയുടെ പട്ടിക ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ലഭിക്കുന്ന സൂചന അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറിയത് നേരത്തെ 5 മാസം മുമ്പ് സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ നൽകിയ അതേ പട്ടികയാണ്, സൂചനയാണ്. ഒരു സ്ഥിരീകരണം ഇനിയും വേണ്ടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയെ കൈമാറിയതിൽ 2 പേർ നേരത്തെയുള്ള പട്ടികയിലുള്ള ആളും ഒരു പുതിയ പേരുമാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതിനും സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് നിയമനം വേണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഗവർണർ അത് ഈ ഘട്ടത്തിൽ അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. കാരണം ഈ വിഷയത്തിൽ അപ്പീലിനുള്ള സാധ്യതയാണ് രാജ്ഭവൻ തേടുന്നത്. അതായത് UGC ചട്ടങ്ങൾ ഈ താൽക്കാലിക VC നിയമനത്തിന് ബാധകമല്ലെന്ന കോടതിയുടെ വിധിയുടെ പരാമർശം ചോദ്യം ചെയ്യാനാണ് ഗവർണറുടെ നീക്കം. അങ്ങനെയെങ്കിൽ ഈ പട്ടിക ഗവർണർ ഇപ്പോൾ അംഗീകരിക്കില്ല. പകരം സുപ്രീം കോടതി വിധി വന്ന ശേഷം മാത്രം തീരുമാനമെടുക്കാമെന്ന നിലപാടായിരിക്കും രാജ്ഭവൻ സ്വീകരിക്കുക. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. വി അരുണാണ് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലാണ്. താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടം ബാധകമല്ലെന്ന പരാമർശത്തിൽ വ്യക്തത തേടിയാകും സുപ്രീം കോടതിയെ ഗവർണർ സമീപിക്കുന്നത്. ഗവർണർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം തുടരുമെന്നും കാവ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു.